ജൂത സംസ്കാരം നിലനിൽക്കുന്ന നഗരമാണ് കൊച്ചി. എറണാകുളം മാർക്കറ്റിന് സമീപമുള്ള കടവും ഭാഗം സിനഗോഗിന് ഏറെ പ്രത്യേകതകളുണ്ട്. നവീകരണത്തിന് ശേഷം സിനഗോഗ് സഞ്ചാരികൾക്കായി തുറന്നു. വിശേഷങ്ങളിലേക്ക്. ജൂതന്മാരുടേതായി 7 സിനഗോഗുകളാണ് കൊച്ചിയിലുണ്ടായിരുന്നത്. എറണാകുളം മാർക്കറ്റിന് എതിർവശത്തായുള്ള ഈ സിനഗോഗ് സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതാണ്. കടവം ഭാഗത്തെ ഈ സിനഗോഗ് ഏത് സമയത്തും തകർന്നു വീഴാറായ നിലയിലായിരുന്നു. എന്നാൽ വിവിധ മതസ്ഥരുടെ സഹായത്താൽ സിനഗോഗിന് പുതുമുഖമായി. അങ്ങനെ മതമൈത്രിയുടെ ചിഹ്നമായി മാറി. സിനഗോഗിന് കാവലായി ജൂത സമൂഹാംഗം ഏലിയാസ് ജോസഫായി എപ്പോഴുമുണ്ട്. എല്ലാവരും അങ്ങ് റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ എത്ര സുന്ദരമായേനെ. ഗ്രേറ്റ് മെസ്സേജ് ടു ദ വേൾഡ്, എൻ്റെ വേൾഡ്. ഈ റെസ്പെക്ട് ഈച്ച് അതർ, കീപ് യുവർ റിലിജൻ ഇൻ യുവർ ഹാർട്ട്, ബട്ട് റെസ്പെക്ട് ഈച്ച് അതർ. എല്ലാം നല്ല ദൈവം, ആദർശരൂപിയായ ദൈവമാണ് കോർഡിനേറ്റ് ചെയ്തത്. ഐ ബിലീവ് ഇൻ ദാറ്റ്. ഐ ബിലോങ് ടു ദിസ് കോൺഗ്രിഗേഷൻ. എൻ്റെ ചെറുപ്പം മുതൽ ഇവിടെ പള്ളി തന്നെയാണ്. ഈ കസേര ഇവിടെയാണ് എൻ്റെ ഫാദറും ഞാനും അനിയനായിട്ട് ഇരുന്നത്. 825 വർഷത്തെ പഴക്കമുണ്ട് കടവം ഭാഗം സിനഗോഗിന്. 8 നൂറ്റാണ്ടിന്റെ ചരിത്രം വീണ്ടെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച എല്ലാ മതസ്ഥരെയും ആദരിക്കുകയും ചെയ്തു. തലയെടുപ്പോടെ നിൽക്കുന്ന ഈ സിനഗോഗ് ഇനി എന്നും കൊച്ചിയുടെ ചരിത്രത്തിന്റെ ഭാഗം. അനൂപ് നായർക്കൊപ്പം YS അഭിനന്ദ്, 24 കൊച്ചി. അതിമനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ പോകാത്തവർക്ക് അവിടേക്ക് പോകാം. സിനഗോഗിന്റെ വിശേഷങ്ങളൊക്കെ ഇപ്പോൾ കണ്ടല്ലോ. ഇനി നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് പ്രേക്ഷകർ ഇങ്ങോട്ട് വരിക കൊച്ചിയിലേക്ക്.